അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബഹുമാനികളെ, നന്ദി ദാറുസ്സലാമിൽ ശംസുലുലമയുടെയും ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദിൻ്റെയും ഒക്കെ ശിഷ്യന്മാരായി നാം പഠിക്കുന്ന കാലത്ത് നമ്മോടൊപ്പം ഇടപഴകി ജീവിച്ച ഒരു ആത്മസുഹൃത്താണ് പാണാവള്ളി ഉസ്താദ്. അദ്ദേഹം അന്ന് തന്നെ ജീവിതം വളരെ ലളിതവും അദ്ദേഹത്തിൻ്റെ ജമാഅത്ത് നിസ്കാരങ്ങളും ദിക്ർ സ്വലാത്തുകളും ഹദ്ദാദ് പോലത്തെ പതിവായി ചൊല്ലേണ്ട ദിക്റുകളും വളരെ ചിട്ടയോടെ ചെയ്യുന്ന ആളായിരുന്നു. മഹാന്മാരെ സിയാറത്ത് ചെയ്യുക എന്നത് അദ്ദേഹത്തിനൊരു പ്രത്യേകം ലദ്ദത്താണ്. എത്ര സാഹസപ്പെട്ടും മഹാന്മാരുടെ മക്ബറ തേടി അദ്ദേഹം അന്നേ യാത്ര ചെയ്യുന്നത് അനുഭവത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതവും ആ രൂപത്തിലാണ്. അത്യാവശ്യം നമ്മോടൊക്കെ കൂടെ ചേരുകയും തമാശകളിലും വർത്തമാനങ്ങളിലുമൊക്കെ ഉണ്ടാവുമെങ്കിലും ഒരു അമിത സംസാരവും കാര്യങ്ങളും അന്നേ ഇല്ല. അദ്ദേഹം പിന്നീട് സൂഫി ലോകത്തിൻ്റെ കിതാബുകൾ ഏറെ മുതാല ചെയ്യുകയും മഹാന്മാരായ ഔലിയാക്കളെ ചരിത്രത്തിൽ അവരെ ജീവിതത്തിൽ വളരെയധികം ലദ്ദത്ത് കണ്ടെത്തുകയും ചെയ്ത ഒരു പ്രധാനിയാണ്. നമ്മുടെ ദാരിമി ഗ്രൂപ്പിൽ നടക്കാറുള്ള ചില അനുസ്മരണങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ അവതരണങ്ങൾ നാം ഓർക്കുന്നുണ്ടാകും. ഒരിക്കൽ ശംസുലുലമയുടെ അനുസ്മരണം അദ്ദേഹം ഈ ഗ്രൂപ്പിൽ നടത്തിയത് വളരെ ഹൃദയസ്പർക്കായി നമ്മുടെ മനസ്സിലുണ്ടാകും. പിന്നീട് അദ്ദേഹം ഈ ഉസ്താദുമാരായ ആളുകൾ വളരെ ചെറിയ ശമ്പളത്തിന് ജീവിക്കുന്നവരാണ്. അവർക്കൊരു ജീവിതോപാധി ഹലാലായ രൂപത്തിൽ ഉണ്ടാകട്ടെ എന്ന് കരുതിയായിരിക്കാം അദ്ദേഹം തിബ്ബിൽ തിബ്ബിൽ കുറേ ക്ലാസ്സുകളും അസ്മാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകളും കേരളത്തിലുടനീളം നടത്തുകയും ആ നിലക്ക് ഒട്ടേറെ ഉസ്താദുമാർക്ക് ജീവിതോപാധി കണ്ടെത്താൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. ആരെങ്കിലുമൊക്കെ പഠിക്കാതെ ദുരുപയോഗം ചെയ്യുന്നുണ്ടാകാം. അത് ഏത് വിഷയത്തിനും ഉള്ളതാണല്ലോ. അതേസമയത്ത് ഞാനൊരിക്കൽ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അത് മദ്രസ വിട്ടും അതേപോലെ തന്നെ ഇമാമത്തുമായിട്ടൊക്കെ വെറുതെ ഇരിക്കുന്ന ഉസ്താദുമാർ ജീവിതം പ്രാരാബ്ധത്തിലാണ്. അവർക്കെന്തെങ്കിലും ഒരു ഹലാലായ വരുമാനവും കൂടി ആവട്ടെ എന്നുദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു കാര്യം ചെയ്യുന്നത് എന്ന് പ്രത്യേകം അദ്ദേഹം പറഞ്ഞത് ഓർക്കുന്നുണ്ട്. പഴുന്നാന ഉമർ ഹാജിയുമായും കെ മുഹമ്മദ് ആരിമി പോലത്തെ മഹാന്മാരുമായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ബന്ധം വളരെ അഭേദ്യമാണ്. പാണാവള്ളി ഉസ്താദിൻ്റെ പിതാവ് യൂസുഫ് ഹാജി വലിയ മഹാനായിരുന്നു. ആ ഒരു അഡ്രസ്സിലാണ് അന്ന് മഹാനായ ശംസുലുലമ അദ്ദേഹത്തിന് നന്ദിയിൽ അഡ്മിഷൻ നൽകിയത്. ആ സമയത്ത് ശംസുലുലമ അദ്ദേഹത്തിന്
ഒരു സ്വീകാര്യത നൽകുന്നത് പലപ്പോഴും കാണുകയും തെക്കൻ കേരളത്തിലേക്ക് വല്ല ആവശ്യങ്ങൾക്കുമൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തെ കൂടെ കൂട്ടുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു. പരിശുദ്ധ റമളാൻ ഷരീഫിൻ്റെ അതിശ്രേഷ്ഠ സമയത്താണ് അദ്ദേഹത്തിൻ്റെ വഫാത്ത്. അള്ളാഹുവേ, നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പരിശുദ്ധ റമളാൻ ഷരീഫിൻ്റെ എല്ലാ മഹത്വങ്ങളിലും അദ്ദേഹത്തെ നീ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും അദ്ദേഹത്തിനും റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശനം നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുകയാണ്. ഞാനിപ്പോൾ അബുദാബിയിലാണുള്ളത്. ഇന്ന് കാലത്ത് നോക്കുമ്പോൾ ഈ വാർത്തയാണ് കാണുന്നത്. അല്ലാഹ് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.